ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തമ്പനയിൽ കണ്ട പോലെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വാൾ ഡെക്കോറാണ്. കുറച്ച് കളർ പേപ്പേഴ്സും അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വാൾ ഡെക്കോറാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കാം. ന്യൂസ് പേപ്പർ ആയാലും മതി. നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള നല്ല പേപ്പർ ഒന്നും വേണ്ട, വേസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുത്താൽ മതി. പിന്നെ സൈസൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു സൈസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ വലിയ സൈസിലുള്ള പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സൈസിനനുസരിച്ചുള്ള ഒരു പേപ്പർ, ഇതുപോലത്തെ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിൽ ഇതുപോലെ ഒരു ഹെയർ ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. അതാദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. പേപ്പർ ആദ്യം ഒന്ന് രണ്ടായിട്ട് പകുതിയിലൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് ഹാർട്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ എൻഡിലായിട്ട് 3 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെയർ ഷേപ്പിൻ്റെ ഫുൾ റൗണ്ട് ഇതുപോലെ നമ്മളൊന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്കിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് വരച്ച് കൊടുക്കണം. ഒരു ഹെയർ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ആ ഭാഗം നമ്മൾ വരച്ച് കൊടുത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ ഓപ്പൺ ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസാണ്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ള ആ ഹെയർ ഷേപ്പ് ഈ കാർഡ്ബോർഡ് പീസിൽ വെച്ചിട്ടൊന്ന് ടേപ്പ് ഉപയോഗിച്ചിട്ട് 4 സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാർഡ്ബോർഡ് പീസ് എടുക്കുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട ഹെയർ ഷേപ്പിൻ്റെ സൈസിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ വരച്ച് കൊടുക്കുമ്പോൾ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും രണ്ട് ലൈനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം. ഈ വരച്ചെടുത്തത് നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം. ഇങ്ങനെ വരക്കുമ്പോൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ഇട്ട് ഒട്ടിച്ച് കൊടുത്തത്. ഇനി നമുക്ക് ടാപ്പ് റിമൂവ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം നമുക്ക് നല്ല ഭംഗിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കണം, എന്നാൽ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഭംഗി കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ കളർ ചെയ്യുമ്പോഴും ബ്ലാക്ക് കളർ തന്നെ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രം കളർ ചെയ്ത് കൊടുത്താൽ മതി, ബാക്ക് സൈഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വേസ്റ്റ് പേപ്പർ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റീഫില്ലറോ അതുപോലത്തെ ഇർക്കിളിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് കുറച്ച് സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളെടുത്ത ഹെയർ ഷേപ്പിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് സ്റ്റിക്കുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞിരിക്കും. ഞാനിപ്പോൾ വലിയ സൈസിലാണ് ഇവിടെ ഹെയർ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചധികം സ്റ്റിക്കിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറവ് മതി. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഒന്ന് ബ്ലാക്ക് കളർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഷേപ്പിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്റ്റിക്ക് ഓരോന്നായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 2 ഇഞ്ച് വീതിയിൽ ഞാൻ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഓരോ സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ സ്ട്രൈറ്റ് ആയിട്ടും പിന്നെ അതിൻ്റെ മുകളിൽ ക്രോസ് ആയിട്ടുമാണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനെല്ലാം ഇവിടെ ഒട്ടിച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാലൻസൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പം നമ്മൾ ഫ്രെയിം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഇതുപോലത്തെ കുറച്ച് കളർ പേപ്പേഴ്സാണ് ആവശ്യമുള്ളത്. കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക, പക്ഷേ എല്ലാം ഡിഫറെൻറ്റ് കളറായിരിക്കണം എന്നുള്ളൂ. ഇനി ഈ കളർ പേപ്പേഴ്സ് കൊണ്ട് നമുക്ക് അടിപൊളി കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ റെഡ് അതുപോലെ തന്നെ യെല്ലോ ഈ 2 കളർ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
അതിൽ റെഡ് നമുക്ക് 3 മീറ്റർ വീതിയും നീളം നമ്മളെ A4ൻ്റെ സെയിം സൈസ് തന്നെ. ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ എല്ലാം നമുക്ക് എല്ലാ ഫ്ലവറിൻ്റെ കൂടെയും ആവശ്യമുണ്ട്. നമുക്ക് ഈ റെഡ് കളർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ളൂ. ആദ്യം റെഡ് കളർ പേപ്പർ എടുക്കുക. ഞാൻ ഫോൾഡ് ചെയ്ത മാതിരി ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. താഴെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോവാതെ ആ ഒരു അറ്റം നമുക്ക് ഇതുപോലെ ബാലൻസ് ആക്കി വിട്ടിട്ട് വേണം താഴോട്ട് ക്രോസ് ആയിട്ട് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ റെഡ് പേപ്പർ ചെയ്തെടുത്ത പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, യെല്ലോ പേപ്പറിലും ചെയ്തെടുക്കണം. രണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഉള്ളിലോട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു റോളാക്കി എടുക്കണം. കുറച്ച് ടൈറ്റിൽ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ, ലൂസ് ആവരുത്. അതുപോലെ തന്നെ എൻഡിന് നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു റോള് കിട്ടും. ഇനി ആ റോള് ഈ റെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് സെയിം പ്രോസസ്സ് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് റെഡ് പേപ്പർ ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മാത്രം ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇനി ഫുള്ളായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് നമുക്കതിൻ്റെ എൻഡിൽ കൂടെ ഒന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫ്ലവർ ഇവിടെ റെഡിയായി. നമുക്ക് റോൾ ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും മതി, നമുക്ക് ഒന്നിങ്ങനെ ഒന്ന് മലർത്തി കൊടുക്കുക. പുറകിലോട്ടൊന്നിങ്ങനെ മലർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ഫ്ലവേഴ്സിനെ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് കളറാണ്, പക്ഷെ ഉള്ളിൽ വെച്ചിട്ടുള്ള യെല്ലോ മാത്രം സെയിം ആണ്, ബാക്കിയെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എയർ ഷേപ്പിലുള്ള ഫ്രെയിം എടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അടുത്തടുത്തായി സെയിം കളർ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക റൗണ്ടിൽ. ഇത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ? സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയാണ്. അതുപോലെ തന്നെ ഭയങ്കര കളർഫുള്ളാണ്. ഫൈനൽ ലുക്ക് കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് വാളിലൊന്ന് ഹാങ് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്തിടാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും മതി, നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വാളിലൊന്ന് ഹാങ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഹാങ് ചെയ്തിട്ട് ഇടാം. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല കളർഫുൾ ആണേനും. അത് പ്ലെയിൻ ആയിട്ടുള്ള വാളിലൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടൈം വേണ്ടത്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.